കോഴിക്കോട് കാരശ്ശേരി കോൺഗ്രസിലും പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു. ഒപ്പം വിമർശനവുമായി തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ദിശാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അത്തരത്തിൽ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ്. കയ്യിലുള്ളത് പണമല്ല, പാർട്ടി പതാകയാണെന്നാണ് മുഹമ്മദ് ദിശാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ലതീഷ, ഗുഡ് മോർണിംഗ്. അതായത് ലതീഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ചില വ്യക്തി താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് സീറ്റ് നൽകുന്നത് എന്ന തരത്തിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലൊക്കെ തന്നെ ഫ്രഷ് കട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം, ആ കമ്പനിക്ക് വേണ്ടി സമരം ചെയ്ത ആളുകളെയൊക്കെ തഴഞ്ഞു മാറ്റിക്കൊണ്ട് ആ കമ്പനി നിർദ്ദേശിക്കുന്ന ആളുകളെ പോലും വെച്ചു എന്ന തരത്തിലേക്കൊക്കെ വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പുതിയതായി പറയുകയാണ്, മുതലാളിമാർ രംഗത്ത് വരുന്നു. ഇതുവരെ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കാത്ത മുതലാളിമാരാണ് ഇത്തവണ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്നത്, അല്ലേ? അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. ഭദ്ര, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് കാരശ്ശേരി ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരശ്ശേരി ഡിവിഷൻ എന്ന് പറയുന്നത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ഒരു ഡിവിഷനാണ്. അവിടെയാണ് ക്വാറി മുതലാളിക്ക് സീറ്റ് നൽകി എന്നാണ് ഇവരുടെ ആരോപണം. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്നാണ് നേരത്തെ നിർമ്മൻ സൂചിപ്പിച്ച പോലെ നോമിനേഷൻ നൽകാനുള്ള അവസാന ദിവസം. ഇദ്ദേഹം തന്നെയാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ റിബൽ സ്ഥാനാർത്ഥികളായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ മത്സരിക്കുമെന്നുള്ള മുന്നറിയിപ്പെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ദിശാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: അത്രമേൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായാലും ഈ മൂവർണ്ണ പതാക ജീവനാണ്. അഞ്ചാണ്ടിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തൂവെള്ള വസ്ത്രമണിഞ്ഞെത്തുന്ന മുതലാളിമാർക്ക് അധികാരം പതിച്ചു നൽകുമ്പോഴും നമ്മളിങ്ങനെ സമരങ്ങളായി സംഘടനാ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും. കയ്യിലുള്ളത് കറൻസിയല്ല, പാർട്ടിയുടെ പതാകയാണ്. അതായത് പണമുള്ളവർക്ക് സീറ്റ് നൽകുന്നു, സീറ്റ് ഇത്തരത്തിൽ മുതലാളിമാർക്ക് നൽകുന്നു എന്ന കൃത്യമായ ആരോപണമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ പോലുള്ള ആളുകൾക്ക് വരെ ഉന്നയിക്കേണ്ടി വരുന്നത്. യാതൊരു കൂടിയാലോചനകളും മണ്ഡലം കമ്മിറ്റിയിലോ അതേപോലെ തന്നെ ബൂത്ത് കമ്മിറ്റികളിലോ യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ താല്പര്യമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ക്വാറി മുതലാളിക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കാരശ്ശേരിയിൽ വലിയ തോതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമാകുന്നത്. റിബൽ സ്ഥാനാർത്ഥികളാവാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കാരശ്ശേരി പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയാവാൻ നിശ്ചയിച്ച ചില യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമിനേഷൻ നൽകാൻ ഇന്നലെ തയ്യാറായില്ല. ഇന്ന് ഏത് തരത്തിൽ ആ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം അവിടെ പരിഹരിക്കപ്പെടും എന്നതിനനുസരിച്ചായിരിക്കും പഞ്ചായത്തിലേക്കും അതേപോലെ തന്നെ ഈ പറയുന്ന കാരശ്ശേരി ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള റിബൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ രംഗത്ത് വരാനുള്ള സാധ്യത ഉരുത്തിരിയുക. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. കാരണം ഇന്നും കൂടിയാണ് നോമിനേഷൻ നൽകാനുള്ള അവസാന ദിവസം. കഴിഞ്ഞ ദിവസം കാരശ്ശേരി മുസ്ലിം ലീഗിൽ വലിയ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം യോഗത്തിൽ എത്തുന്നു. പിന്നീട് പുറത്ത് ഇറങ്ങി പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയ പ്രശ്നത്തിലാണ് UDF നേതൃത്വം പലയിടങ്ങളിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും കോഴിക്കോടുള്ളത്. ചെറുവണ്ണൂരിൽ നന്ദൻ എന്ന് പറയുന്ന റിബൽ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും UDF മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ PM മിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം എല്ലാം കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ വോട്ടില്ലാത്ത ആളെ മുൻനിർത്തിക്കൊണ്ട് മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന നാണക്കേടിലേക്ക് DCC നേതൃത്വം എത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അത്തരത്തിൽ യാതൊരു ആലോചനയും കൃത്യമായ മുന്നൊരുക്കവും ഇല്ലാതെ പലയിടത്തും സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും ഇഷ്ടക്കാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും UDFന് വലിയ പ്രശ്നമായി തീരുന്നത്. ആ നിലയിൽ തന്നെയുള്ള ഒരു വിഷയമാണ് ഈ കാരശ്ശേരി ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള ക്വാറി മുതലാളിക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട
യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായ ആളുകൾ, ഒന്നിൽ കൂടുതൽ ആളുകൾ റിബൽ സ്ഥാനാർത്ഥിയാവാൻ രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര. അതെ, തീർച്ചയായും ലതീഷ് അങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ യുവജനങ്ങളെയൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ തഴയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ലതീഷ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പൊട്ടിത്തെറി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത മാസത്തോടു കൂടി അവസാനിക്കുന്നു. അതിനുശേഷവും ഇതിൽ വലിയ രീതിയിലുള്ള, കാരണം ഇനി അങ്ങോട്ട് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊക്കെ പാർട്ടികൾക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പോലും ഈ ഒരു തഴയൽ നിഴലിക്കുമെന്നത് തീർച്ചയല്ലേ? തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു 6 മാസത്തിനകം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സിലെ പല ആളുകളും, പല പ്രാദേശിക നേതാക്കളും ഇത്തരത്തിൽ അതൃപ്തരാണ്. ചില വ്യക്തികൾക്ക് അവർക്ക് സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറി, അവർ പുറത്തേക്ക് പോകുന്ന സാഹചര്യം, റിബൽ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ചില ആളുകൾക്ക് കൂടിയാലോചനകളില്ലാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലുള്ള പ്രതിഷേധം, അത്തരത്തിൽ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്ന സാഹചര്യമാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി കൂടി അടിസ്ഥാനമാക്കിയാവും മുന്നോട്ടുള്ള ഇത്തരത്തിലുള്ള നേതാക്കളുടെ തുടർ പ്രവർത്തനങ്ങളും അവർ ഏതെങ്കിലും തരത്തിൽ മറ്റു LDFുമായോ മറ്റു കക്ഷികളുമായോ ഒക്കെയുള്ള സഹകരണമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പലയിടങ്ങളിലും കഴിയുന്നില്ല. അത് പരിഹരിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരം പ്രാദേശിക വിഷയങ്ങൾ കോൺഗ്രസിന് തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭദ്ര.